വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അലാസ്കയിലെ സുവാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ദൈവമക്കളോട് സംസാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവമക്കളോട് ഷെയർ ചെയ്യുവാൻ വേണ്ടിയാണ് യുഎസിലെ അലാസ്കയിൽ സുവാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനായിരിക്കുന്നത്. അലാസ്ക വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ്, നമുക്കറിയാം. അധികം നമ്മുടെ ദൈവമക്കൾ പാർക്കാത്ത ഒരു സ്ഥലം, മലയാളികളോട് ബന്ധപ്പെട്ട് അധികം ആൾക്കാർ താമസിക്കാത്ത ഒരു സ്ഥലമാണ് അലാസ്ക. ഇവിടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എറിക് റോണി ബർഗ് ആൻഡ് ഫാമിലി ഇവിടെ താമസിച്ച് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നു. അവരൊരു ഉണർവിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഷിക്കാഗോയിൽ താമസിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ കർത്താവിൻ്റെ വേലയും ജോലിയും ഒക്കെ ചെയ്യുവാനുള്ള നിയോഗമുണ്ടായിരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം കർത്താവ് ഈ നാട്ടിൽ ഒരു ഉണർവയക്കും എന്നുള്ള ദൈവശബ്ദത്തിനെ മാത്രം ബേസ് ചെയ്ത് ഈ സുവാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അവരായിരിക്കുന്നു. ഞാനും 2-3 ദിവസമായി പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഈ സുവാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരിക്കുകയാണ്. ഞാൻ വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു ഭാഗം ദൈവമക്കളെ ഓർപ്പിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുകയാണ്. ഞാനിപ്പോൾ തുറന്നു വെച്ചിരിക്കുന്ന ഭാഗം അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായമാണ്. 8-ാം അധ്യായത്തിൻ്റെ രംഗസംവിധാനം പെർസിക്യൂഷൻ സംഭവിച്ചപ്പോൾ ജെറുസലേം സഭ ചിതറി ശമരിയയിലേക്ക് ഫിലിപ്പോസ് പോയതിനെക്കുറിച്ചാണ് 8-ാം അധ്യായത്തിൽ വായിക്കുന്നത്. യെരുശലേം, യഹൂദിയ, ശമരിയ, ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവിനെന്ന് യേശു പറഞ്ഞു. എന്നാൽ ഇവിടെ ഒരു പെർസിക്യൂഷനോട് ബന്ധപ്പെട്ട് ഫിലിപ്പോസ് ശമരിയ ചെല്ലുകയാണ്. ആ ഒരു നാട്ടിൽ ചെന്ന് ആ ഒരു ദൈവ മനുഷ്യനെ കൊണ്ട് പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധങ്ങളാകുന്ന വീര്യപ്രവൃത്തികളാലും ശമരിയ ജാതിയെ ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കുന്നതാണ് 8-ാമത്തെ അധ്യായത്തിൻ്റെ രംഗസംവിധാനം. അപ്പോൾ ഓരോ വ്യക്തികളോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ഓരോ സ്ഥലത്ത് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് വിശുദ്ധ തിരുവെഴുത്തിൽ, സ്പെഷ്യലി അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നൊരു കാര്യമാണ്. ശമരിയിൽ ഫിലിപ്പോസ് പോയത് ഉപദ്രവം ഹേതുവാൽ താൻ ചിതറിപ്പോയപ്പോൾ പോയതാണ്. അപ്പോൾ പെർസിക്യൂഷൻ സംഭവിക്കുമ്പോൾ മറ്റൊരു നാട്ടിലേക്ക് ചിതറിപ്പോകാം. നിയോഗത്തോടുകൂടെ, ഗൈഡൻസോടുകൂടെ, ദൈവാലോചനയോടുകൂടെ നമുക്ക് മറ്റൊരു നാട്ടിലേക്ക് വേലയോട് ബന്ധപ്പെട്ട് കടന്നു പോകാം. ഇവിടെ ശമരിയായിൽ ഫിലിപ്പോസ് പെർസിക്യൂഷനോട് ബന്ധപ്പെട്ട കടന്നു ചെയ്യുന്നത്. പക്ഷേ ആ നാട്ടിൽ അനേക ആത്മാക്കൾ യേശുവിലേക്ക് ആദായപ്പെട്ടു. താന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് അവിടെ സംസാരിച്ചു. റിസറക്ഷൻ പവർ, പുനരുത്ഥാനത്തിൻ്റെ ശക്തി. ഞാൻ ഈ സുവാഡ് വന്ന സമയത്ത് ഇവിടെ ഒരു റിസറക്ഷൻ റിവർ കണ്ടു, റിസറക്ഷൻ ബേ. അതിനോട് ബന്ധപ്പെട്ടൊരു ഒരു ഒരു സംഭവമുണ്ട്. കാരണം ഇവിടെ വന്ന് ആ ബേയിൽ അകപ്പെട്ട വ്യക്തികൾ രക്ഷപ്പെട്ട ആ ദിവസം ഈസ്റ്ററിൻ്റെ ദിവസമായിരുന്നു. അതിനോട് ബന്ധപ്പെട്ടാണ് ആ റിസറക്ഷൻ ബേ അല്ലെങ്കിൽ റിസറക്ഷൻ റിവർ എന്നുള്ള പദം, ആ പേര് ഉത്ഭവിപ്പാനിടയായത്. ഞാനിവിടെ യാത്ര ചെയ്ത് വന്ന വഴിയെ പല പ്രാവശ്യം ഇതിൽ പോയപ്പോൾ റിസറക്ഷൻ റിവർ എന്നുള്ള വേർഡ് ചൂണ്ടുപലകയിൽ വെച്ചിരിക്കുന്ന കാണാൻ കർത്താവ് കൃപ തന്നു. പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചു ഫിലിപ്പോസ്. ശമരിയ ജാതി, ശമരിയിലൊരു റിവൈവൽ ഉണ്ടാവുകയായിരുന്നു. അർത്ഥാൽ റിവൈവലിനെ കുറിച്ചൊക്കെ ഒത്തിരി വീക്ഷണങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ആ നാട് മുഴുവൻ യേശുവിലേക്ക് ആദായപ്പെട്ടതായിരുന്നു ആ റിവൈവൽ എന്ന് പറയുന്നത്, ശമരിയായുടെ റിവൈവൽ. മാസിഡോണിയയിലേക്ക് പോകാൻ വേണ്ടി കർത്താവ് പോളിന് വിഷൻ കൊടുക്കുകയായിരുന്നു. ശമരിയിൽ പോയത് പെർസിക്യൂഷനോട് ബന്ധപ്പെട്ടാണെങ്കിൽ പോള് മാസിഡോണിയയിലേക്ക് പോയത് പെർസിക്യൂഷനോട് ബന്ധപ്പെട്ടല്ല, വിഷനോട് ബന്ധപ്പെട്ടാണ്. താൻ ടർക്കിയിലെ ത്രോവാസിൽ കിടന്ന് രാത്രി ഉറങ്ങുമ്പോൾ അവിടെ വെച്ച് ഒരു വലിയ വിഷൻ കാണുകയാണ്. അതാണ് ആക്ട്സ് ചാപ്റ്റർ 16:9. അവൻ ഒരു വലിയ വിഷൻ കണ്ടു. മാസിഡോണിയക്കാരനായ ഒരു മനുഷ്യൻ വന്ന് എന്നെ രക്ഷിക്കണം, ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുന്ന ഒരു വിഷൻ. അപ്പോൾ തന്നെ താൻ ശീലാസുമായിട്ട് ഒരുമിച്ച് രാവിലെ തന്നെ ഡിസിഷൻ എടുത്ത് താൻ പുറപ്പെടുകയാണ്. നേരെ സമത്രക്കിയിലേക്ക് ചെല്ലുന്നു, നവപ്പൊലിയിലേക്ക് ചെല്ലുന്നു, ഫിലിപ്പിയിലേക്ക് ചെല്ലുന്നു. അവിടെ ഒരു പുഴവക്കത്ത് താൻ പ്രസംഗിക്കുന്ന ലുദിയ യേശുവിലേക്ക് വരുന്നു. യൂറോപ്പിലെ ആദ്യത്തെ ക്രിസ്തു വിശ്വാസിയായി ലുദിയ മാറുകയാണ്. അങ്ങനെ മാസിഡോണിയൻ ഏറിയ, ഗ്രീസിൻ്റെ ഏറിയ, യൂറോപ്പിൻ്റെ ഏറിയ എല്ലാം സുവിശേഷവൽക്കരിക്കപ്പെടുകയാണ്. ഓരോ നാടും, ഫിലിപ്പി ആകട്ടെ, തെസലോനിക്ക ആകട്ടെ, ബെരോവയാകട്ടെ, അഥേനയാകട്ടെ, കൊരിന്താകട്ടെ, ഇതെല്ലാം മാസിഡോണിയൻ പ്രദേശങ്ങളാണ്. ഒറ്റ വിഷനാണ് മാസിഡോണിയൻ ഏറിയയെ സുവിശേഷീകരിച്ചത്. എൻ്റെ സഹോദരങ്ങളെ, ഞാനിതെല്ലാം പറഞ്ഞു വന്നു. അലാസ്കയിൽ ഒരു റിവൈവൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ധാരാളം ആൾക്കാർ, സ്പെഷ്യലി ഇന്ത്യൻസ്, ഹിന്ദിക്കാരൊക്കെ ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് ഇവിടെ വരുന്നവരുണ്ട്. ക്രൂയിസിൽ യാത്ര ചെയ്ത് ഇവിടെ വന്ന് കണ്ടുപോകുന്നവരുണ്ട്. പക്ഷെ ഇവിടെ താമസിക്കുന്ന മലയാളീസ് ഇല്ല. എന്നാൽ
ദൈവം ഈ കുടുംബത്തെ ഇവിടെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ഒരു അസാധാരണ ഉണർവിന് വേണ്ടിയാണ്. ഇവിടെ ലൈറ്റ് ഹൗസ് എന്ന പേരിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റ്, ബേക്കറി, ഇവിടെ ഡിന്നർ, ലഞ്ച് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്ന സഹോദരങ്ങൾ ഇവിടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഒരു കീബോർഡ്, ഒരു പിയാനോ അവിടെ വായിച്ച് അവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുകയും വരുന്ന ആൾക്കാർ മുഴുവൻ ചേർന്ന് ദൈവത്തെ ആരാധിക്കുക എന്ന് വെച്ചാൽ നമുക്കൊക്കെ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ കഫേ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. പക്ഷേ ഇത് കർത്താവ് ഈ നാട്ടിൽ ഈ സിവാർഡിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു റിവൈവൽ പോയിന്റ് ആണ്, ഒരു ഹബ്ബാണ്. ഇവിടെ ഒരു വലിയ റിവൈവൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാനിതിപ്പോൾ ഈ വീഡിയോയിൽ കൂടി നിങ്ങളോട് സംസാരിക്കുന്നത് അസാധാരണമായ ഒരു ആത്മപകർച്ച അലാസ്കയിൽ സംഭവിക്കാൻ പോകുകയാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഞാനിവിടെ വന്നപ്പോൾ പ്രിയപ്പെട്ടവരോട് ബന്ധപ്പെട്ടുള്ള പല ഈ ലോക്കൽസിലെ ഒക്കെ ഞാനിവിടെ കണ്ടു. അവരെല്ലാം വെയിറ്റ് ചെയ്യുക, 50 years ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ഫാമിലിയെ കണ്ടു. ഇവിടെയുള്ള ലോക്കലാണ്. അവർ ഫാമിലിയായിട്ട് 50 വർഷമായി അലാസ്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അപ്പുറത്ത് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പല കമ്മ്യൂണിറ്റിയിലുള്ള മൾട്ടി നാഷണാലിറ്റീസ് ഉണ്ടെന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന് ഈ അലാസ്കയ്ക്ക് വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി ദൈവമക്കൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പണ്ട് അമേരിക്ക റഷ്യയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ ഒരു സ്റ്റേറ്റാണിത്. ഇന്നും അവർ പണ്ടുണ്ടായിരുന്ന പരമ്പരാഗത രീതിയിലെ വീടിൻ്റെ ശൈലിയും റോഡിൻ്റെ ശൈലിയും ജീവിത ശൈലിയും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ജനതയാണ് ഈ അലാസ്കയിലെ സിവാർഡിൽ ഞാൻ കണ്ടുമുട്ടിയത്. നിങ്ങൾക്കും പ്രാർത്ഥിക്കാം, വരാം. ഇവിടെ ഈ കുടുംബം ദൈവത്തെ ആശ്രയിക്കുകയും ദൈവരാജ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് നമുക്കും ഇവരോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു ഉണർവ് ഉണ്ടാവുക തന്നെ ചെയ്യും. ന്യൂ ടെസ്റ്റമെന്റിൽ അസാധാരണമായ റിവൈവൽ ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് സംഭവിച്ചെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ആക്ട്സ് ചാപ്റ്റർ 2 അലാസ്കയിൽ റിപ്പീറ്റ് ചെയ്യുന്നൊരു സമയം വരാൻ പോകുകയാണ്. നാം ഒരുമിച്ച് ചേർന്ന് അലാസ്കയ്ക്ക് വേണ്ടി ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, യേശുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ അലാസ്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ലോർഡ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ ഇതൊരു റിവൈവൽ പ്ലേസ് ആകട്ടെ കർത്താവേ. ഇവിടെ ഒത്തിരി ഈഗിൾസ് പറക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഇവിടെയുള്ള സഭകൾ ഒരു റിവൈവലിലേക്ക് വരട്ടെ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അലാസ്കയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അങ്ങനെ ചെയ്ത കൃപയ്ക്ക് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും അലാസ്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പാസ്റ്റർ എറിക് റോണി ബാർ തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു റിവൈവൽ നമുക്ക് കാണാം. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.